നമസ്കാരം. ഒരു കാലത്ത് തിരുവനന്തപുരം CPM-ന്റെ യുവമുഖം, ഏറ്റവും പ്രായം കുറഞ്ഞ മേയർ എന്ന വിശേഷണത്തോടെ ദേശീയ ശ്രദ്ധ നേടിയ നേതാവ്. എന്നാൽ വിവാദങ്ങൾക്ക് പിന്നാലെ വിവാദങ്ങൾ ഏറ്റുവാങ്ങിയ നേതാവിനെ ഒടുവിൽ സ്വന്തം പാർട്ടി തന്നെ സൈഡ് ലൈനിലാക്കിയോ? DYFI തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റായി VS ശ്യാമയെ തിരഞ്ഞെടുത്തതോടെ ആര്യ രാജേന്ദ്രന്റെ രാഷ്ട്രീയ ഭാവിയെക്കുറിച്ചുള്ള ചർച്ചകൾ വീണ്ടും സജീവമാവുകയാണ്. DYFIയുടെ പുതിയ തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റായി കാട്ടായിക്കോണം സ്വദേശിയും മുൻ ട്രഷററുമായ VS ശ്യാമയെ തിരഞ്ഞെടുത്തു. ജില്ലയിൽ DYFIയുടെ ആദ്യത്തെ വനിതാ പ്രസിഡന്റാണ് ശ്യാമ. മുൻ മേയർ ആര്യ രാജേന്ദ്രനെ DYFI ജില്ലാ പ്രസിഡന്റാക്കാൻ ചരടുവലി നടന്നുവെങ്കിലും ഒടുവിൽ ശ്യാമയിലേക്ക് എത്തുകയായിരുന്നു. സംസ്ഥാന നേതാക്കളാണ് ആര്യ രാജേന്ദ്രനായി വാദിച്ചത്. ജില്ലാ സെക്രട്ടറിയായി LS ലിജുവിനെയും ട്രഷററായി SS നിതിനെയും ജില്ലാ സമ്മേളനത്തിൽ തിരഞ്ഞെടുത്തു. ഇരുവരും സംസ്ഥാന സമിതി അംഗങ്ങളാണ്. നിലവിലെ സെക്രട്ടറിയായ JS ഷിജു ഖാനും പ്രസിഡന്റ് V അനൂപും സ്ഥാനമൊഴിയാനുള്ള താൽപര്യം അറിയിച്ചതിന് പിന്നാലെയാണ് പകരക്കാരെ കണ്ടെത്തിയത്. ജില്ലാ സമ്മേളനത്തിൽ സ്ഥാനത്തിനായി നേതാക്കൾക്കിടയിൽ വടംവലി നടന്നു. VA വിനീഷ്, അനൂപ് വേണുഗോപാൽ എന്നിവരെ പ്രസിഡന്റ് സെക്രട്ടറി സ്ഥാനത്തേക്ക് V ജോയി വിഭാഗം ഉയർത്തിക്കാട്ടി. AM അൻസാരി, രാഹുൽ ആർ നായർ എന്നിവരെ പ്രസിഡന്റ് സെക്രട്ടറി സ്ഥാനത്തേക്ക് കടകംപള്ളി വിഭാഗം നിർദ്ദേശിച്ചു. ആര്യ രാജേന്ദ്രന്റെ പേരും സമ്മേളനത്തിൽ ഉയർന്നതോടെ സമവായത്തിന്റെ ഭാഗമായി VS ശ്യാമയെ ജില്ലാ പ്രസിഡന്റും LS ലിജുവിനെ ജില്ലാ സെക്രട്ടറിയുമാക്കാൻ തീരുമാനിക്കുകയായിരുന്നു. DYFI സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവും CPM ജില്ലാ കമ്മിറ്റി അംഗവുമായ ആര്യയുടെ സീനിയോറിറ്റി പരിഗണിക്കണമെന്ന ആവശ്യമുയർന്നു. എന്നാൽ എതിർസ്വരങ്ങൾ ഉയർന്നതോടെ ആര്യയിലേക്ക് എത്തിയില്ല. പാർലമെന്റ് സമ്മേളനത്തിനായി ഡൽഹിയിലായിരുന്ന അഖിലേന്ത്യാ പ്രസിഡന്റ് A റഹീം MP ചർച്ചയ്ക്കായി തിരുവനന്തപുരത്ത് എത്തിയിരുന്നു. ഏറ്റവും പ്രായം കുറഞ്ഞ മേയർ എന്ന റെക്കോർഡോടെയായിരുന്നു ആര്യ രാജേന്ദ്രന്റെ രാഷ്ട്രീയ വളർച്ച. എന്നാൽ മേയർ പദവിയിലിരുന്ന കാലത്ത് ഭരണപരമായ തീരുമാനങ്ങളും പൊതു ഇടപെടലുകളും നിരവധി വിവാദങ്ങൾക്ക് വഴിവെച്ചു. കോർപ്പറേഷനിലെ താൽക്കാലിക നിയമനവുമായി ബന്ധപ്പെട്ട വിവാദം, KSRTC ഡ്രൈവറുമായുള്ള റോഡ് തർക്കം, ഭരണപരമായ പരിചയക്കുറവിനെ കുറിച്ചുള്ള വിമർശനങ്ങൾ തുടങ്ങി തുടർച്ചയായി ഉയർന്ന വിവാദങ്ങൾ പ്രതിപക്ഷത്തിനും പാർട്ടിക്കുള്ളിലെ വിമർശകർക്കും ആയുധമായി മാറി. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് പിന്നാലെ തിരുവനന്തപുരം കോർപ്പറേഷനിലെ തിരിച്ചടിയെ വിലയിരുത്തിയ CPM ജില്ലാ കമ്മിറ്റി യോഗത്തിലും ആര്യയുടെ പ്രവർത്തന ശൈലിക്കെതിരെ വിമർശനങ്ങൾ ഉയർന്നതായി റിപ്പോർട്ടുകളുണ്ടായിരുന്നു. മേയർ എന്ന നിലയിലെ ചില തീരുമാനങ്ങളും അനുഭവക്കുറവും പാർട്ടിക്ക് രാഷ്ട്രീയ നഷ്ടമുണ്ടാക്കിയെന്ന വിലയിരുത്തൽ അന്ന് പുറത്തു വന്നിരുന്നു. ഈ പശ്ചാത്തലത്തിലാണ് DYFI തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റായി VS ശ്യാമയെ തിരഞ്ഞെടുത്തത് രാഷ്ട്രീയമായി ശ്രദ്ധേയമാവുന്നത്. സംഘടനയുടെ പ്രധാന യുവ നേതൃത്വ സ്ഥാനത്തേക്ക് ഒരു കാലത്ത് സാധ്യത കൽപ്പിക്കപ്പെട്ടിരുന്ന ആര്യയെ ഒഴിവാക്കിയെന്ന വിലയിരുത്തലാണ് രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ ഉയരുന്നത്. ഇത് തലമുറ മാറ്റം മാത്രമാണോ, അതോ വിവാദങ്ങളിൽ നിന്ന് അകന്നു നിന്ന് മുഖങ്ങളെ കൊണ്ടുവരാനുള്ള CPM-ന്റെ തന്ത്രമാണോ എന്ന ചോദ്യവും ഇവിടെ ഉയരുകയാണ്. എന്തായാലും രാഷ്ട്രീയത്തിൽ ഉയർച്ചയോളം തന്നെ തിരിച്ചടികളും വേഗത്തിൽ സംഭവിക്കാറുണ്ട്. ഒരു കാലത്ത് പാർട്ടിയുടെ യുവമുഖമായി ആഘോഷിക്കപ്പെട്ട നേതാവ് ഇന്ന് പ്രധാന യുവസംഘടനയുടെ തലപ്പത്ത് പോലും എത്താത്ത സാഹചര്യം CPM-നുള്ളിലെ രാഷ്ട്രീയ മുൻഗണനകളിൽ മാറ്റമുണ്ടായെന്ന സൂചനയായി പലരും വായിക്കുകയാണ്. വരും ദിവസങ്ങളിൽ ആര്യ രാജേന്ദ്രന് പുതിയ ഉത്തരവാദിത്തം നൽകുമോ, അതോ പാർട്ടി പുതിയ തലമുറയെ മുൻനിരയിലേക്ക് കൊണ്ടുവരുമോ എന്നതാണ് ഇനി ശ്രദ്ധിക്കപ്പെടുന്ന ചോദ്യം. പാർട്ടി ആര്യയെ തഴഞ്ഞത് അത് ആര്യയുടെ രാഷ്ട്രീയ ജീവിതത്തിന് പോലും തിരശീല വീഴുന്നതിന് തുല്യമാകുമെന്നത് കൊണ്ട് തന്നെ വലിയ ആകാംക്ഷയിലാണ് രാഷ്ട്രീയ കേരളം ഈ വിഷയത്തെ ഉറ്റുനോക്കുന്നത്.